അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിൽ സ്ഥായിയായിട്ടൊരു രൂപം വരികയാണ്, ഞാൻ യൂസ്ലെസ് ആണ്, എന്നെക്കൊണ്ട് അതിന് കഴിയില്ല. ഈ എന്നെക്കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് ആ മൈൻഡ് സെറ്റ് അങ്ങനെ ആയി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവിതത്തിൽ ഒരിടത്തും അവന് ജയിക്കാൻ കഴിയില്ല. ശരിയല്ലേ? അതെ. അവൻ എവിടെയൊക്കെ പോകുന്ന, എന്തൊക്കെ ചെയ്യുന്ന എല്ലാം ഫ്ലോപ്പായിരിക്കും, ഫെയിലുവറിലെ അവൻ അവസാനിപ്പിക്കുകയുള്ളൂ. അവനറിയാതെ തന്നെ അവനത് ഫെയിലുവറാക്കും. കാരണം അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ബ്ലൂ പ്രിൻ്റ് എങ്ങനെയാണ്? ഫെയിലുവർ. നീ മണ്ടനാണ്, നീ വേസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വീട്ടിൽ നിന്നുള്ള ചുറ്റുപാടുകൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം. പിന്നെ അല്ലെങ്കിൽ മദ്യപാനിയായിട്ടുള്ളൊരു അച്ഛനാണ്, വൈകിട്ട് വരുന്നു, അമ്മ എടുത്തിട്ട് പൊതുക്കുന്നു, ഒച്ചയും ബഹളും ആകാതെ ആ കുട്ടിയുടെ മനസ്സിനെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യും. ഏത് രീതിയിലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പലർക്കും പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആയിരിക്കും. ചിലർ വയലൻ്റ് ആയിട്ടുള്ളതായിരിക്കും, ചിലർ വളരുമ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഗുണ്ടകളിൽ പലരുടെയും ഫാമിലി ഇതായിരിക്കാം. നല്ല ഫാമിലിയിൽ നിന്ന് വരുന്ന ഗുണ്ടകളും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇതും ഒരു സാഹചര്യം ഉണ്ടാക്കാം. അമിതമായിട്ടുള്ള എന്താ പറയുക, ആത്മവിശ്വാസം ഉണ്ടാക്കലും ഉണ്ടാവാം. ആത്മവിശ്വാസം എനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നൊരു ധാരണയും ഇതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റിലും ഉണ്ടാവാം. പറ്റില്ല എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ടാവാം. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം മൈൻഡ് സെറ്റ് എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിന് നമ്മുടെ സാഹചര്യങ്ങളും സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളും നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, 18 വയസ്സിൽ എനിക്ക് ഈ വലിയ വലിയ ആൾക്കാരായിട്ട് ഒരു സൗഹൃദത്തിന് സാധിച്ചതുകൊണ്ട് സ്വയം എനിക്ക് ഒരുപാട് മാറ്റിയെടുക്കാൻ സാധിച്ചു. അതെന്തൊക്കെ മാറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാറില്ല. പക്ഷെ മാറ്റങ്ങൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ സംഭവിച്ചു. എന്നെ ശരിക്കും പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ്. പ്രീ ഡിഗ്രിക്ക്? അത്ര നല്ല സ്വഭാവമായിരുന്നു, മനസ്സിലായ. പിന്നെ എന്നെ കൊണ്ടുപോയി കട്ടപ്പന എന്ന് പറഞ്ഞൊരു കാട്ടുമുക്കിൽ കൊണ്ടുപോയിട്ട് എന്നെ കൊണ്ടുവന്ന് പ്രീ ഡിഗ്രിക്ക് ചേർത്തു. അവിടെ ഒരു പുതിയ ഗവൺമെൻറ് കോളേജ് തുടങ്ങായിരുന്നു. എൻ്റെ ഫാദർ അവിടെ ഗവൺമെൻറ് സർവീസിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് കോട്ടയിൽ അവിടെ കൊണ്ട് ചേർത്തു. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരായിട്ടുള്ള പരിചയങ്ങളും മറ്റുള്ളതൊക്കെ അതിൻ്റെ തുടക്കം കിട്ടുന്നത്. എനിക്ക് പരിചയം മുഴുവനായിട്ടൊന്നിട്ട് തുടക്കം കിട്ടും. പിന്നെ എൻ്റെ അമ്മയുടെ ഒരൊറ്റത്, എൻ്റെ മോനെ നീ ഒരു ഡിഗ്രിയെങ്കിലും എടുക്കും, വീട്ടിൽ പണിക്ക് വരുന്ന പെണ്ണുങ്ങൾക്ക് പോലും ഡിഗ്രി ഉണ്ടെന്ന് ഒരു കാര്യത്തിൽ. അവിടെ ഞാനങ്ങ് ടോട്ടലായിട്ട് ചേഞ്ചായിപ്പോയി. പഠിച്ച് എന്തൊക്കെ പഠിച്ചു ചോദിച്ചാൽ എത്ര പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ എനിക്കുണ്ട് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. അത്ര അധികം ഞാൻ എടുത്തു. അവസാനം എൻ്റെ അമ്മ എന്നെ പറഞ്ഞു, എൻ്റെ പൊന്നും വേണം നീ പഠിത്തമൊന്നും നിർത്തുമോ ചോദിച്ചു. ഓക്കെ, ഡിഗ്രി എടുക്കാൻ പറഞ്ഞ അമ്മ തന്നെ അവസാനം പഠിത്തം നിർത്താൻ. പ്രീ ഡിഗ്രി എടുക്കാനാ പറഞ്ഞുള്ളൂ, ഡിഗ്രി വേണമെന്ന് കൂടെ പറഞ്ഞില്ല. പ്രീ ഡിഗ്രി ഒന്ന് പാസ്സായി താന്ന് പറഞ്ഞിട്ടുണ്ടോ. അത്രയും പറഞ്ഞ് ഞാൻ പറഞ്ഞ ചേഞ്ചസ് നമുക്ക് എപ്പോൾ വേണേൽ സംഭവിക്കാം. നമ്മുടെ ആളുകൾ നമ്മളെങ്ങനെ കണക്ക് കൂട്ടി എടുക്കുന്നു എന്നുള്ളതാണ്. അതേ സമയത്ത് അതേ അമ്മ തന്നെ എത്രയോ പ്രാവശ്യം എന്നോട് അതിന് മുമ്പ് പറഞ്ഞു കാണും, ഇല്ലേ, മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചില്ല. SSLCക്ക് ജസ്റ്റ് 210 മാർക്സിലാണ് ഞാൻ പാസ്സായത്. എൻ്റെ അമ്മ ഹിന്ദി ടീച്ചറാണ്, എനിക്ക് കിട്ടിയത് 6 മാർക്കാണ് ഹിന്ദിയിൽ. പിന്നെ ഗ്രൂപ്പ് സിസ്റ്റം ആയതുകൊണ്ട് ഇംഗ്ലീഷും മലയാളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കടത്തി വിട്ട് തന്നെ കഴുത്തെ പിടിച്ച് തള്ളിയതാണ്. എന്നാൽ അതേ സമയത്ത് പിന്നീട് എനിക്കെല്ലാം ഞാൻ ടോപ്പ് റാങ്കറാണ് എല്ലാത്തിലും. പോസ്റ്റ് ഗ്രാജുവേഷന് പോലും നല്ല ഹൈ മാർക്കിലാണ് ഞാൻ പാസ്സായിട്ടുള്ളത്. അപ്പോൾ ചേഞ്ചസ് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാം. അതിന് നിമിത്തങ്ങൾ എന്തെങ്കിലും വന്ന് ചേർന്നാൽ നടക്കും. ഇപ്പോൾ ഒരുപാട് ഗുണ്ടകളായിട്ട് നടക്കുന്ന ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. തൃശ്ശൂർ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് പിള്ളേരെ എനിക്കറിയാം. മാറിയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം, മാനസാന്തരം വന്നിട്ടുള്ളത്. അതിന് ഞാനും കൂടെ ഒരു കാരണമാണ്. അത് ആ ഗുണ്ടായസം വിട്ട് മറ്റ് ജോലികൾക്ക് പോകാനായിട്ട് ഞാനും ഒരു കാരണമായിട്ടുണ്ടായത് പറഞ്ഞു കൊടുക്കുന്നതിൽ. എനിക്കതിന് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം എന്താണെങ്കിൽ എനിക്കതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ കേൾക്കാനുള്ളൊരു മനസ്സവനം ഉണ്ടായിരിക്കണം. അതുണ്ടാക്കണമെങ്കിൽ നമ്മൾ ഹിപ്നോസിസ് വർക്ക് ചെയ്യണം. എല്ലാ ഹിപ്നോസിസും നിങ്ങൾ എന്താ പറയുക, ഒരാളെ കിടത്തി ശ്വാസം വലിപ്പിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, കൈയും കാലം കുറേ ആക്ഷൻ കാണിച്ചു, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറി തന്നെ നിങ്ങൾക്ക് അവരെ ഹിപ്നോട്ടൈസിലേക്ക് കൂട്ടിടാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്ന ആ സംസാരത്തിൽ കൂടെ തന്നെ. അങ്ങനെയല്ലേ അവർ നമുക്ക് പാട്ടിലാക്കാൻ പറ്റുള്ളൂ. ഗുണ്ടയാണ്, ആരെയും എപ്പോഴും കത്തിയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എൻ്റെ പള്ളയ്ക്ക് 4 ഓട്ടയിട്ട് വയ്ക്കും, ഞാൻ പിന്നെ ഇത് അടയ്ക്കാൻ നടക്കണം. അപ്പോൾ അവർക്കൊരു പേടി കാണും, എൻ്റെ രഹസ്യങ്ങൾ മൊത്തം. രഹസ്യങ്ങളെന്നല്ല, ഈ ആൾ ട്രസ്റ്റ് വർത്തി ആണ്, ഇയാൾ പറയുന്നതിൽ കാര്യങ്ങളുണ്ട്, ഞാനത് കേൾക്കണം,
എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ നമ്മൾ ആദ്യം വളർത്തിയെടുക്കണം. നിനക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്യാം, കാശ് കൊടുത്തിട്ടോ കള്ളു വാങ്ങിച്ച് കൊടുത്തിട്ടോ ഒന്നുമല്ല, അവനൊരു മോറൽ സപ്പോർട്ടിന് എന്നെ ഡിപ്പെൻഡ് ചെയ്യാം എന്നൊരു ധാരണ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സാറിന് ഇതുകൂട്ട് വന്നിട്ടുള്ളതിനകത്ത് മറ്റൊരു വിഷയം സാർ പറഞ്ഞത് ഫാമിലി ഇഷ്യൂസാണ്, അതായത് അവരുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എന്തുകൊണ്ടായിരിക്കാം കൂടുതൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലം. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കല്യാണം കഴിഞ്ഞു, ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 പോസിറ്റീവ് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. സെയിം വോയിസ് വേഴ്സ, ഭർത്താവ് ഭാര്യയുടെ ഒരു 10 പോസിറ്റീവ് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഭാര്യ നോക്കിയപ്പോൾ ഇതിനകത്ത് 7 പോസിറ്റീവ് ഉള്ളൂ, ബാക്കി 3 ഓപ്പോസിറ്റാണ്, നെഗറ്റീവാണ്, മൈനസ് പോയിൻ്റാണ്. ഭർത്താവ് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആവാം, ചിലപ്പോൾ 7 എന്നുള്ളത് ചിലപ്പോൾ 5 ആവാം, 4 ആവാം, 3 ആവാം, എത്രയോ ആവാം, വട്ടവർ. ഭർത്താവിൻ്റെ ഭാഗം ഞാനങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ഭാര്യ നോക്കുമ്പോൾ 7 പോസിറ്റീവ്, 3 നെഗറ്റീവ്. ഇവരെണ്ണല്ല ചെയ്യുന്നത്. ഈ നെഗറ്റീവായിട്ടുള്ളത് എന്താണോ ഇതിനെയാണ് ഇവർ പ്രൊജക്റ്റ് ചെയ്യുക. എപ്പോഴും ഇവൻ ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത്, എക്സാമ്പിൾ പറയുകയാണ്, ഇവൻ എന്നും ലേറ്റായിട്ടേ വീട്ടിൽ വരുള്ളൂ. ആ പാവം പിടിച്ചവന് ചിലപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞാലും ജോലി കഴിഞ്ഞിട്ടുണ്ടാവില്ല ഓഫീസിൽ, അത്രയധികം ജോലിയുള്ളവനാവും. അത് ചിന്തിക്കില്ല. ഭാര്യ ചിന്തിച്ചിട്ടുള്ള ഭർത്താവ് 5 മണിയെന്ന് പറഞ്ഞ ജോലി കഴിഞ്ഞ് 6 മണിക്ക് വീട്ടിൽ വരുന്ന ഭർത്താവിനായിരിക്കും പ്രതീക്ഷ ഉണ്ടാവുക. അപ്പോൾ ഒരു നെഗറ്റീവ് അവിടെ പോയി. ഭാര്യ ഉണ്ടാക്കുന്ന കറി അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, രണ്ടാമത്തെ നെഗറ്റീവായി. കറി അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ വിഷയമാണ്. ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് ഇവരങ്ങ് പ്രൊജക്റ്റ് ചെയ്യും. പോസിറ്റീവായിട്ടുള്ള 7 കാര്യങ്ങൾ ഈ മനുഷ്യനുണ്ട്, അത് നോക്കില്ല അവർ. ഈ നെഗറ്റീവായിട്ടുള്ള ഈ 3-4 കാര്യങ്ങളുണ്ടാവുമല്ലോ, ഇതിലങ്ങ് ഇവരങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് എപ്പോഴും ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇവരുടെ ചിന്ത. അപ്പോഴായിരിക്കും വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരാളെ കണ്ടുമുട്ടും, അവൻ്റെ അടുത്ത് ഈ 7 നെഗറ്റീവായിരിക്കും, പക്ഷേ ഈ 3 പോസിറ്റീവ് ഉണ്ടാവും. അങ്ങനെ ഇവർ തമ്മിൽ കണക്റ്റഡ് ആവും 100%. ഭാര്യ നോക്കുമ്പോൾ അവൻ്റെ പോസിറ്റീവ് കംപ്ലീറ്റ് പോസിറ്റീവ്, ബാക്കിയുള്ള 7 നെഗറ്റീവ് മറന്നുപോയി. മനസ്സിലായോ? നെഗറ്റീവ് ഇല്ല, അവൻ്റെ പോസിറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. ഇവനാണെങ്കിൽ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. കാരണം ഇവനെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടി. ഭാര്യയും ഭർത്താവുക ഒന്നിച്ചാണ് എപ്പോഴും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടൈം കിട്ടി. മറ്റേത് ടൈമില്ല. ഒരു കല്യാണ റിസപ്ഷനിൽ പോയി, അവിടെ വെച്ച് കണ്ടു, അവൻ്റെ പോസിറ്റീവ് വശങ്ങൾ കണ്ടു. അവനോട് സംസാരിക്കുമ്പോൾ അവൻ ചിലപ്പോൾ വെറുതെ വണ്ടടിച്ചാവാം, ഞാൻ 7 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും, 6 മണി അതിനുള്ളിൽ ഞാൻ ജോലിയില്ല, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ ചോദിക്കും, ഓ സൂപ്പർ ഹീറോ, അവനാണ് യഥാർത്ഥ ഹീറോ. ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് വീണു. ഇന്നത്തെ കാലത്ത് പിന്നെ കണക്ഷന് ഒരു ബുദ്ധിമുട്ടില്ല, ഒരു ഹായ് അടിച്ചാൽ മതി. അതെ, ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉണ്ടായതുകൊണ്ട് അതിനകത്തുനിന്ന് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കും. വളരെ സിമ്പിളാണ്. ഞാനിത് അവിഹിത മാർഗത്തിലേക്ക് ആൾക്കാർ പോകുന്നതിൻ്റെ ഒരു വഴി പറഞ്ഞതാണ്. എല്ലാവർക്കും അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇതാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും, 10-ൽ 9 നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവാം. അത് പിന്നെ ഒന്നും പറയാനൊന്നും പറ്റില്ല. ഈ ന്യൂ ജനറൽ വരുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണെങ്കിൽ ഇവർ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ അപ്പുറത്തുണ്ടാവുക. ഇവർ 24 മണിക്കൂറും കെട്ടും കൂടിയിരിക്കണം, പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആവണം എന്ന് ചിന്തിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് അവൻ ഭയങ്കര ബിസി ജോലിക്കാരനും ഒരിക്കലും റൊമാൻസ് ആവാൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ തല വിടക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. അപ്പോൾ അവന് റൊമാൻസിനൊന്നും അവന് മൂടില്ല, സമയമില്ല, ഒന്നുമില്ല. അവൻ ശ്രമിക്കുന്നതും എന്തിനാണ്? നല്ലൊരു ഫാമിലി സെറ്റപ്പിന് വേണ്ടിയിട്ടാണ്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ പെണ്ണുങ്ങൾ മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആണുങ്ങൾ മനസ്സിലാക്കില്ല. പെണ്ണുങ്ങളാണേലും ഇപ്പോൾ ഗൾഫിൽ എനിക്കറിയാം ടീച്ചേഴ്സുണ്ട്, ഇവർക്ക് മുമ്പ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയിരുന്നു. ഇപ്പം അതെല്ലാം എടുത്ത് കണ്ടിട്ട് സൺഡേയിൽ പോലും അവർ മീറ്റിംഗ് വയ്ക്കും. അതെ, എന്നും പണിയാണ് അവർക്ക്, മനസ്സിലായില്ലേ? ഇനി ജോലി കഴിഞ്ഞ് ഇവർ വീട്ടിൽ വന്നു കഴിഞ്ഞാലോ ഇവർക്ക് ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. ഇപ്പം ഇവർക്ക് ഒരു സമയത്തും തിരക്കൊഴിയുന്നില്ല അവരുടെ. പിന്നെ അവർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവരുണ്ടാവും മ്യൂസിക് ടീച്ചറാവാം, ചിലവരുണ്ടാവും ഡാൻസ് ടീച്ചറാവാം, അത് അവരുടെ പാഷനാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവർ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് 1-2 പിള്ളേരൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ കണ്ടക്ട് ചെയ്ത് അവരതിന് പോകും, ടൈമില്ല. അപ്പോൾ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യയ്ക്ക് ഒഴിവില്ല. ഭാര്യ അവിടെ താ തെയ് തും തെയ് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇളകും.
നല്ലൊരു റീസൺ അല്ലേ? പെട്ടെന്ന് അവർ തമ്മിൽ തെറ്റും. അതെ. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഭാര്യ ഈ പറഞ്ഞ പോലെ 5 മണിക്ക് ഭർത്താവിനും പ്രതീക്ഷിച്ചിരിക്കും.